ഓടരുത് ഇങ്ങനെ ഓടരുത് കേട്ടോ. 2025 പകുതി വർഷം പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് ഈ 6 മാസങ്ങൾക്കിടയിൽ ക്രിക്കറ്റിലെ 3 ഗോൾഡൻ മൊമെന്റ്സിലേക്ക് പോവാണ്. ഗോൾഡൻ മൊമെന്റ്സുകൾ മാത്രമല്ല, കുറെ സങ്കടങ്ങൾ തന്നിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2025. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയെ പോലുള്ള ലെജൻസ് ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറഞ്ഞിട്ടുള്ള ഒരു വർഷമാണ്. എന്തായാലും 2025 ക്രിക്കറ്റിലെ 3 ഗോൾഡൻ മൊമെന്റ്സിലേക്ക് പോവാണ്. ഞാൻ മിസ് ചെയ്തിട്ടുള്ളതൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട, കാരണം എന്റെ മൈൻഡിൽ വന്നിട്ടുള്ള 3 ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. 3-ാം സ്ഥാനത്ത് ഒരു സൗത്ത് ആഫ്രിക്കൻ വിജയമാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അത്രമേൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിജയം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സൗത്ത് ആഫ്രിക്ക കിരീടത്തിൽ മുത്തമിട്ട വർഷം 2025. ബൗമയും മാക്രോവും റബാദയൊക്കെ ചേർന്ന ഒരു വിജയം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഓരോ ക്രിക്കറ്റ് ആരാധകനും കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ഇനി 2-ാം സ്ഥാനത്ത് ഒരു ചാമ്പ്യൻസ് ട്രോഫി വിജയമാണ്. ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ മുത്തമിട്ടപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി കൈയടിച്ചു. ഇന്ത്യൻ ടീമിന്റെ ആ ഒരു വിജയത്തിൽ സെലിബ്രേറ്റ് ചെയ്തു. ഇനി 1-ാം സ്ഥാനം 18 വർഷത്തെ ട്രോളുകൾ, 18 വർഷത്തെ കളിയാക്കലുകൾ, 18 വർഷത്തെ കൂകിവിളികൾ, ഒരു ചായക്കപ്പിൽ ചായ പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള വർഷം 2025. അത് കഴിഞ്ഞ് കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും 2025 ആ ഒരു കിരീടം ഉയർത്തലും വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇമോഷൻസ് ഒന്നും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. ഇത് 3-മാണ് എൻ്റെ മൈൻഡിൽ വരുന്ന 2025 3 ഗോൾഡൻ മൊമെന്റ്സ്. നിങ്ങളുടെ മൈൻഡിൽ വരുന്നതൊക്കെ കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, മൈൻഡിൽ വന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കിടിലൻ മൊമെന്റ്സ് അല്ലേ, കമന്റ് ചെയ്തോ.